റൂമാണ്. അതെ, നമ്മുടെ മുകളിലെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങണം. ബാക്കി നമ്മൾ ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇറങ്ങിയപ്പോഴേ ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് ആടി വണ്ടി കയറി. ഇന്നാണ് നമ്മൾ കുറച്ചും കൂടി നേരത്തെ എത്തണ്ടാവും. നമ്മൾ 11 മണിയുടെ ടിക്കറ്റ് എടുത്തതാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തണം. $1 റൈഡിന് 11 മണി ടിക്കറ്റ് എടുത്താണ്. ഓടി അവിടെ എത്തണ്ടേ, നല്ല ദൂരമാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി. വഴിയുള്ള കാഴ്ചകൾ കാണാം. നമ്മളങ്ങനെ ഗുൽമാർഗിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മുകളിലോട്ട് പോകാനായിട്ട് വേറെ വണ്ടി എടുക്കണം. ചെയിനിട്ട വണ്ടി, ടയറിൽ ചെയിനിട്ട ടൈപ്പ് വണ്ടി. നമ്മളിനി വില പേശി റേറ്റ് ഫിക്സ് ചെയ്യണം. 1,000 നമ്മൾ റേറ്റ്. അവർ 3000 പറയും, ഞങ്ങൾ 2500 പോകും, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുക. എന്താണെന്ന് അറിയാമല്ല. ഗുൽമാർഗിലെ കാഴ്ചകളൊക്കെ ഉണ്ടോ? കെട്ടിടത്തിന് മുകളിൽ നിന്ന് മഞ്ഞിരിക്കുവിന് നടക്കാൻ തന്നെ പാടാ, ഭയങ്കര പാടാ, തെന്നിപ്പോ. अल्ताफ भाई, हमारा भाई कार ड्राइवर जे, हमारा ड्राइवर ചേട്ടൻ अच्छा आदमी है. ജാക്കറ്റ് ഓർ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. അതിനാണ് നമ്മൾ വന്നത്. ഐസോട്ട് കാണിച്ച് ഡ്രസ് ചെയ്തിട്ട് കാണിക്കാം. നമ്മൾ ഗുൽമർഗിലേക്ക് പോകാനായിട്ട് നമ്മുടെ വണ്ടി മാറി. ഇപ്പോൾ ഒരു സ്കോർപ്പിയോ എടുത്തേക്കുന്നത് 4x4. അടിപൊളി വണ്ടിയാണ്. നമ്മുടെ അൽത്താഫായി നമ്മളൊപ്പം ഗൈഡ് ചെയ്ത് ഒക്കെ ആയിട്ട് ആൾ കൂടെ ഉണ്ട്. ആളൊരു അടിപൊളി മനുഷ്യനാണ്, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരണമെങ്കിൽ അൽത്താഫായുടെ നമ്പർ നമ്മൾ ഡയറക്റ്റ് തരാം, നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. എല്ലാം ലോ റേറ്റിൽ ആൾ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ അവസ്ഥ എന്നറിയാൻ പാടില്ല. ഇവിടെ ഒരു 20 കിലോമീറ്ററുണ്ട് ഗുൽമാർഗിലോട്ട്. പക്ഷേ ഇപ്പോൾ തന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്തത്ര തണുപ്പാണ്, ഭയങ്കര തണുപ്പ്. നമ്മുടെ വണ്ടിയിലൊക്കെ ചെയിനൊക്കെ ഇട്ട വണ്ടിയാണ്. 4 വീലിലും ചെയിനൊക്കെ ഇട്ടിട്ടുണ്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ ഹീറ്ററൊക്കെ ഇട്ട് നിന്നിട്ട് നമുക്ക് കൈയൊക്കെ മരവിച്ചിരിക്കുകയാണ്. മേളിൽ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയാൻ പറ്റില്ല. आपका नाम क्या है भाई? മൻസൂർ ഭായി ആണ് നമ്മളിവിടെ വണ്ടി ഓടിക്കുന്നത്. ആളുടെ അടിപൊളി സ്കോർപ്പിയോ ആണ്, പുതിയ വണ്ടിയാണെന്ന് തോന്നുന്നു. നമ്മളെ ഇനി ഗുൽമാർഗിലേക്ക് കൊണ്ടുവിടുന്നത് ആളാണ്. ഗുൽമാർഗ് എത്തിയിരിക്കുന്നത്. ഗുൽമാർഗ് ഇത് മൊത്തം ഗൈഡ്സ് ആണ്. ഗൈഡ്സ്
നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാൻ വേണ്ടിയിട്ട് ഗൈഡുകൾ നിൽക്കുന്നതാണ്. ഗുൽമാർഗിലെ പാർക്കിംഗ് ആണ്. ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ ഗുണ്ടോള റൈഡ് ഫേസ് 2 വരെയുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് വഴി നടന്നങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇവിടെ എല്ലായിടത്തും ഗ്ലാസ് ഒക്കെ വിൽക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങോട്ട് പോയാൽ മതി, അതിലെ വഴിയിൽ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു 2 സോക്സ് നമ്മൾ കൊണ്ടുവന്നത്. അത് കൂടാതെ ഇവിടെ ഒരു വാട്ടർ പ്രൂഫ് സോക്സ് വിട്ടിട്ട് ഈ ഷൂ നടക്കാൻ പറ്റണില്ല. ശ്വാസം വലിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, നടക്കാനും നല്ല ബുദ്ധിമുട്ടാണ് സോക്സ് ഇത്ര ഇട്ടിട്ട്. ഗുണ്ടോള റോപ്പ് വേ, ഇതാണ് എൻട്രൻസ്. അങ്ങനെ അകത്ത് കിടന്നിരിക്കുന്നു. ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം മുകളിലോട്ട് നടക്കാണ്ടതാണ്. അങ്ങോട്ട് എല്ലാ വണ്ടിയൊന്നും പോവില്ല. ഇവിടം വരെ വണ്ടികളൊക്കെ പോകുന്നുള്ളൂ. അത്യാവശ്യം ചില വണ്ടികൾ അകത്തോട്ട് എടുത്തു വിടുന്നുണ്ട്. 1000 രൂപയൊക്കെ വാങ്ങുന്നുണ്ടോ? നല്ല പൈസ വാങ്ങുന്നുണ്ട്. നമുക്ക് ദൂരം നടക്കാനുണ്ട് അത്യാവശ്യം. റെസ്റ്റ് എടുത്ത് അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഉപ്പുപാടം പോലെയാണ് ഇവിടെ കിടന്ന്. നമുക്ക് ദൂരെ മൊത്തം മഞ്ഞാണ്. ഇവിടെ തൊട്ടവിടെ വരെ കണ്ണ് മഞ്ഞളിക്ക് നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ട്. കണ്ണ് മഞ്ഞളിക്കാന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെ ഇതായിരിക്കും. കണ്ണ് വെള്ളടിക്കാന്ന് പറയണം. ഇങ്ങനെ തിളങ്ങും. ഇത് മഞ്ഞിങ്ങനെ നോക്കി നമ്മൾ ഈ അതിൻ്റെ സൈഡ് ഇങ്ങനെ തിളങ്ങും ഇടുന്നു. കണ്ണിലിങ്ങനെ ആയിരിക്കും. ഇവിടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററൊക്കെ ഉണ്ട്, ഹോസ്പിറ്റൽ സൗകര്യമൊക്കെ ഉണ്ട്. അത്യാവശ്യം എമർജൻസിക്കൊക്കെ വേണ്ടിയിട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചേച്ചീനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് കയറി പോകുന്നുണ്ട്. എന്താ പറ്റിയെന്നറിയില്ല. നടക്കാൻ വയ്യ അതിന്. ഡാർക്ക് പേടിയാവുന്നുണ്ട്, എന്നാലും നോക്കാം. ഇതാണ് എൻട്രി. ഗുണ്ടോള റൈഡിനുള്ള എൻട്രിയാണിത്. നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേസ് 1 ഫേസ് 2. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട. അത് 1:15 വരെയാണ് അതിൻ്റെ വാലിഡിറ്റി പറഞ്ഞത്. നമുക്ക് അതൊന്ന് സംസാരിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് സ്കാൻ ചെയ്തു. അതിനുശേഷം നമ്മൾ മുകളിലോട്ട് കയറി പോവാണ്. ലാൽ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. എക്സൈറ്റഡ് ആണോ കയറാനായിട്ട്? എക്സൈറ്റഡ് ആണ്. എവരാണ് എക്സൈറ്റഡ് ആണോ? ഓടിക്കും. ഓക്കെ, നമ്മൾ ക്യൂ ഒന്ന് തീരാറായിട്ട് ബാക്കി കാണിക്കാം. ഇത്രയും ആളുകളുണ്ട് കയറാൻ. ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും. ഗുണ്ടോള റൈഡ് നമ്മൾ വീഡിയോയിൽ കുറേ കണ്ടു, യൂട്യൂബ് ചാനൽസിൻ്റെ ഒക്കെ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്.
നമുക്ക് നോക്കാം. ഒന്ന് ഒന്ന് നീയാണപ്പോൾ നെല്ലിപ്പെടുന്ന ആള്. ഹലോ കേബിൾ കാർ എൻട്രി. കേബിൾ കാർ ഇതിൽ സ്കേറ്റ് ചെയ്ത് നടക്കുന്നവരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഗൊണ്ടോള കേബിൾ കാറിലോട്ട് കയറാൻ പോവുകയാണ്. ഇത് നിൽക്കൂല, നമ്മൾ ഓടിച്ചെന്ന് കയറണം. ഓടിക്കയറേണ്ട അവസ്ഥയില്ല, അത് നിർത്തിയില്ല. ഇത് വാതിലടയ്ക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ കേബിൾ കാറിനകത്ത് കയറി. ഡോർ അടച്ചിരിക്കുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഹൈറ്റിലോട്ട് പൊങ്ങുവാണ്. മുകളിലോട്ട് കയറി അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എത്ര അവിടെ നിന്ന് ഇത്രയും പക്കത്തിലെത്തി. ഇതാണ് ഫേസ് വണ്ണിൽ നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ ഇത് 2-way ടിക്കറ്റാണ്. നമ്മൾ അവിടെ കൊടുത്ത ടിക്കറ്റിൽ നമുക്ക് തിരിച്ചും പോവാം. ഇനി സെക്കൻഡ് ഫേസിലോട്ട് ഇറങ്ങാം. അതിനു മുമ്പ് ഇവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നോക്കിയിട്ട് ഇറങ്ങാം. ഇവിടെ നിന്നുള്ള വ്യൂ. ഇത് ഓൾട്ടിറ്റ്യൂഡ് 3050 മീറ്ററാണ്.
ഗൈസ് ഇതിനകത്ത് ഇരുന്നൊക്കെ ചായ കുടിക്കാൻ റംബ ഞാൻ ഉണ്ടാക്കിയിട്ട് വന്ന് പറഞ്ഞു നല്ല റേറ്റാണ്. നിങ്ങളെ കാണണ്ടേ നമ്മളതിലൊന്നും നോക്കിയില്ല. നമ്മൾ ഫേസ് 1 അങ്ങേയറ്റം വരെ നടന്നു, കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇനി ഫേസ് 2 പോവാണ്. തിരിച്ച് ഇനി സെക്കൻഡ് ഫേസിലോട്ട് ഇതിലാണ് എൻട്രി. അങ്ങോട്ട് കയറുകയാണ്. ഇവിടെ തന്നെ ശ്വാസം കിട്ടുന്നില്ല. അവിടെ എന്താ അവസ്ഥ എന്ന് നോക്കാം. വാ, ഞങ്ങളങ്ങനെ കയറുകയാണ്. നമ്മളങ്ങനെ സെക്കൻഡ് ഫേസിൻ്റെ ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞ് അകത്ത് കയറി. സംസാരിക്കാൻ പോകാൻ വയ്യ. അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെക്കൻഡ്സ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ കേബിൾ കാറിലായിരിക്കില്ല, അടുത്തതിലായിരിക്കും കയറുന്നത്. ഇതിൽ ഫ്രണ്ട് ഒരു ബാച്ച് ഉണ്ട്. നമ്മളങ്ങനെ ഫേസ് 2 കയറിയിട്ടുണ്ട്. നല്ല തണുപ്പ്, സംസാരിക്കാനും വയ്യ. അതിറമൊക്കെ പടം, ലാൽ അൽപ്പടം. ഗ്ലെയർ അടിക്കുന്നുണ്ട്. അവിടെ നല്ല വിശ്വാസം ക്ലിയർ അല്ല. നമ്മൾ ഫേസ് 2 ഏറ്റവും ടോപ്പിലെത്തി. അവിടെ വെച്ച് കാർ സ്റ്റോപ്പായി. എല്ലാവരും കുറച്ച് പാനിക്കാണ്. ഞങ്ങൾ ഫേസ് 2 ഇവിടെ അധികം നേരം പിടിച്ചു നിർത്തുന്നില്ല. പെട്ടെന്ന് ബസ് എടുത്തുള്ളൂ. പെട്ടെന്ന് നമുക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. ഇതാണ് ഫേസ് 2 വ്യൂ. 3950 മീറ്റർ അടി മുകളിലാണ് നമ്മളിപ്പോൾ. 3950 മീറ്റർ മുകളിലാണ് സ്കൈ ലെവലിൽ. അവിടെ നമുക്ക് ശ്വാസം പോലും കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഒത്തിരി വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ തിരിച്ചിറങ്ങി റൈഡ് കാറിൽ കയറി റിട്ടേൺ പോവാണ്. നല്ല ഹൈറ്റാണ് ഇവിടെ. നമ്മുടെ ഫേസ് 1 ചെന്നിട്ട് അടുത്ത കാർ മാറി കയറി ഗ്രൗണ്ടിലെത്തും. വെയിറ്റിംഗ് ആണ്. നമ്മൾ അവിടുന്ന് താഴെ എത്തി. കുറെ ലേറ്റ് ആയതുകൊണ്ട് വണ്ടിയിൽ വെയിറ്റിംഗ് ആയിരുന്നു. നല്ല ക്യൂ ആയിരുന്നു അവിടെ. അതുകൊണ്ട് നല്ല തിരക്കുമായിരുന്നുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ പഴയ വണ്ടിയിലോട്ട് പോവാണ്. ഇരുട്ടായി തുടങ്ങി, നല്ല തണുപ്പുമായി.